ചില യാത്രകൾ അത് നമ്മൾ പെട്ടെന്നുണ്ടാകുന്ന ഒരു തോന്നലിൻ്റെ പുറത്ത് അങ്ങ് പോകുന്നതാണ് കേട്ടോ. ഇന്നത്തെ യാത്ര അതുപോലെ ഒന്നാണേ. ഇന്നൊരു സാറ്റർഡേ ആണേ. സാധാരണ നമുക്ക് ജോലിയുള്ള ദിവസം നല്ല വെതറായിരിക്കില്ല, നല്ല വെതറുള്ള ദിവസം നമുക്ക് ജോലി ഉണ്ടാവും. പക്ഷെ ഇന്ന് പതിവിന് വിപരീതമായിട്ട് നല്ല വെതറുമാണ്, നമുക്കിന്ന് ഓഫുമാണ്. അപ്പോൾ ഒരു ബീച്ച് വൈബ് പിടിക്കാമെന്ന് തീരുമാനിച്ചേ. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ സാധാരണ ഞാൻ എല്ലാ തവണ എൻ്റെ വീഡിയോയിൽ UK വെതർ കൊള്ളില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങാറ്. പക്ഷേ ഇന്നിപ്പോൾ നല്ല സൂപ്പർ വെതറാണ് കേട്ടോ. ഏതാണ്ട് ഒരു 28 ഡിഗ്രി ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫ്ലാംബറോയിലാണ് കേട്ടോ. നല്ലൊരു വ്യൂ ഉള്ളൊരു പ്ലേസാണിത്. അപ്പോൾ നമുക്കിന്ന് ഇവിടുത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇംഗ്ലണ്ടിൻ്റെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വില്ലേജാണ് കേട്ടോ ഫാംബ്ലോ എന്ന് പറയുന്നത്. ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ളൊരു അട്രാക്ഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ലൈറ്റ് ഹൗസ്. 1806 കേട്ടോ ഈ ലൈറ്റ് ഹൗസ് പണി കഴിപ്പിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഈ ലൈറ്റ് ഹൗസ് പ്രവർത്തിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പോഴും ഇത് പ്രവർത്തനക്ഷമമാണ് കേട്ടോ. ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ലൈറ്റ് ഹൗസ് ആണ് കേട്ടോ ഇത്. ഇതിന് ഏതാണ്ട് 26 മീറ്റർ ഉയരമുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ലൈറ്റ് എന്ന് പറയുന്നത് 24 നോട്ടിക്കൽ മൈൽ വരെ ട്രാവൽ ചെയ്ത് പോകും എന്നാണ് പറയുന്നത്. നമുക്കെന്തായാലും ഈ വാക്ക് വേയിലേക്കൂടെ നടന്ന് ഇതിൻ്റെ എഡ്ജ് വരെ ഒന്ന് പോയിട്ട് വരാവേ. ഒരുപാട് ആളുകൾ ദിവസവും വന്നു പോകുന്ന ഒരു പ്ലേസ് ആണ് കേട്ടോ ഇത്. ജസ്റ്റ് ടൂറിസ്റ്റുകളായിട്ട് മാത്രമല്ല, ഫോട്ടോഗ്രാഫിയിൽ താല്പര്യമുള്ളവർ ഫോട്ടോഗ്രാഫി പഠിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്ന നല്ലൊരു പ്ലേസ് ആണ് ഇത്. അങ്ങോട്ട് പോയതാ. എന്റെ മുന്നേ അടിപൊളി നല്ല സ്ഥലേ. ഇറങ്ങിയിട്ട് ഇങ്ങനെ നീന്തി അതൊന്നും എനിക്ക് അടുത്ത് കാണണമെന്നുണ്ടായിരുന്നു. വീഡിയോയിൽ ഞാൻ ഈ കാണുന്ന അത്രയും ഭംഗിയിൽ ഇത് വീഡിയോ കിട്ടണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ പൊള്ളി സംഭവം. അങ്ങോട്ട് പോയി ഇറങ്ങാം. ആദ്യം നോക്കാം, അവിടെ പോയി കണ്ടിട്ട് അവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയായിരിക്കും. ബീച്ച് ഉണ്ടോ, നല്ല രസമല്ലേ. എനിക്കിത് ഇതിൻ്റെ അകത്തൊന്ന് ഇറങ്ങിയ കൊള്ളാന്നുണ്ടായിരുന്നു. നമ്മളതിൻ്റെ അകത്ത് കയറുന്ന കഥ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഒരു ചേട്ടനോട് ബോട്ടും കൊണ്ട് വന്ന് അതിൻ്റെ അകത്തേക്കൂടെ നടക്കുന്നുണ്ടായിരുന്നേ. വെള്ളം കാണാതെ കിടന്ന് വെള്ളം കണ്ടിട്ടാണോ എന്നൊന്നും അറിയില്ല. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അടിപൊളി. ഞാൻ ഈ എക്സ്പ്രസ് ചെയ്യുന്ന അതേ ഫീൽഡ് നിങ്ങൾക്കിത് കാണാൻ പറ്റുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. പക്ഷെ പൊള്ളി സ്ഥലം. എല്ലാ തിരക്കിൽ നിന്നും മാറി ഒരു ദിവസം സമാധാനമായിട്ട് വന്നിരിക്കണം എന്ന് തോന്നിയാൽ അതിന് പറ്റുന്നൊരു പ്ലേസാണ് ഇത്. UK വരുന്നതിന് മുന്നേ ഇങ്ങനെ ബ്രേക്ക് എടുക്കുന്നതും ഹോളിഡേ പോകുന്നതൊന്നും ഇത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്നൊരു റിയലൈസേഷൻ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ വന്ന് ഇവിടുത്തെ ആൾക്കാരുമായിട്ട് ഇടപെട്ട് തുടങ്ങിയ പിന്നെയാണ് ഇങ്ങനെ ട്രിപ്പ് പോകുന്നതിനും ലോകം കാണുന്നതിനും ഒക്കെ ഇത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നും ഹോളിഡേയ്സ് പ്ലാൻ ചെയ്യുന്നതിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടെന്നും ഒക്കെ മനസ്സിലായതേ. ശരിക്കും പറഞ്ഞാൽ ജീവിതം വേറൊരു ലെവലിൽ ആഘോഷിച്ച് തീർക്കുന്ന കുറേ മനുഷ്യരെ കണ്ടത് ഇവിടെ വന്നതിന് ശേഷം. നമ്മുടെ നാട്ടിലാരും ജീവിതം ആഘോഷിക്കുന്നില്ല എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. പക്ഷേ കാശുണ്ടാക്കുന്നത് വെറുതെ ഒരു ബാങ്ക് ബാലൻസ് ആയിട്ട് സേവ് ചെയ്ത് വെക്കാനോ അങ്ങനെ കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കാനോ വേണ്ടി മാത്രമല്ല, നമ്മൾ പണിയെടുക്കുന്നത് നമ്മളെ എൻ്റർടൈൻ ചെയ്യിക്കാനും നമ്മളെ കൂടുതൽ സന്തോഷമാക്കി വെക്കാനും നമ്മൾ ജീവിക്കുന്നതിന് ഒരു അർത്ഥം ഉണ്ടാക്കാനും ഒക്കെയാണെന്ന് പറഞ്ഞു തന്നത് ഇവിടുത്തെ കുറേ മനുഷ്യരാണ്. ആ കടലിൽ അവിടെ ഇവിടെ ചെറിയ തലകൾ കാണാൻ പറ്റുന്നുണ്ടോ? സീലുകളാണേ അത്. സീലുണ്ട് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ തലകൾ അവിടെ ഇവിടെയൊക്കെ കണ്ടു.
അപ്പോൾ ജസ്റ്റ് താഴെ വരെ ഇറങ്ങിപ്പോയാൽ കുറച്ചും കൂടെ അടുത്ത് കാണാൻ പറ്റുമോ നോക്കാം. റിസ്ക് ആണ്, ഭയങ്കര സ്ലിപ്പറി ആയിട്ടാണ് കിടക്കുന്നത്. എന്നാലും ശ്രമിച്ചു നോക്കാം. അപ്പുറത്തേത് സ്ലിപ്പറി ആയതുകൊണ്ട് ഇപ്പുറത്തോട്ട് വന്നത്. ഈ വഴി അതിലും വലിയ കഷ്ടമാണ്. എന്തായാലും ആ ഉദ്യമം നമുക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു കേട്ടോ. വേറൊന്നുമല്ല, ഇറങ്ങാൻ പറ്റും, പക്ഷെ ഇതെങ്ങനെ തിരിച്ച് കയറും എന്നൊരു പ്രശ്നമാണ്. ഇവിടെ സീലുകൾ മാത്രമല്ല, ഒരുപാട് ദേശാടനക്കിളികൾ വന്ന് ചേരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അത്. സീകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമായിരിക്കും. അതുപോലെ തന്നെ പ്രാവുകളും ഒരുപാടുണ്ട്. വിശപ്പിൻ്റെ ഉള്ളിൽ കാരണം എനിക്ക് അങ്ങ് പോകുന്നേ. ഫുഡൊക്കെ വാങ്ങി കാര്യം അവിടെ നിന്ന് കഴിക്കാൻ പറ്റും. പിന്നെ വണ്ടിയിൽ നിന്ന് കഴിക്കാമെന്ന് വെച്ചു. കോളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഡെസേർട്ടൊക്കെ ഇരിക്കുന്നുണ്ട് വണ്ടിയിൽ. സാറിനത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. തക്കാളിക്ക് മുടിയോനോട് ഇട്ടേക്കോളും. സാലഡ് ടൊമാറ്റോ ആണെന്ന് തോന്നുന്നു. ചെറിയ ടൊമാറ്റോ സൈസ് കാണുള്ളൂ. കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. അപ്പം നമുക്കിനി കടൽ കാണാൻ പോയാലോ? ഇവിടെ വരെ വന്നിട്ട് കടലിലൊന്ന് ഇറങ്ങുമോ കാല് നനയ്ക്കുകയോ ഒക്കെ ചെയ്യാണ്ടിരുന്ന മോശമല്ലേ? പക്ഷെ കടലിലേക്ക് ഇറങ്ങി പോകണമെന്നുണ്ടെങ്കിൽ കുത്തനെയുള്ളത് ഇതുപോലെ കുറേ സ്റ്റെപ്പുകൾ ഇറങ്ങി വേണോട്ടോ പോകാൻ വേണ്ടിയിട്ടേ. അവിടെ നിങ്ങോട്ട് തിരിച്ച് കയറി വരുന്നവരെല്ലാവരും അണച്ച് മടുത്താണ് വരുന്നത്. അപ്പം തന്നെ നമുക്ക് ഊഹിക്കായിരുന്നു ഇറങ്ങി ചെല്ലുന്നത് നല്ല ഇറക്കത്തിലേക്കാണ്. ഇത് തിരിച്ച് കയറുക എന്ന് പറയുന്നത് നല്ല പാടാണെന്നുള്ളത്. ഞാൻ കറുത്തോ? ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത കളറാണ്. ഈ ഇറങ്ങുന്ന സ്റ്റെപ്പ് മൊത്തം നമ്മൾ തിരിച്ചു കയറേണ്ടി വരും അല്ലയ്യ. അപ്പോഴാണ് നമ്മൾ വിവരം ഇറങ്ങുള്ളൂ. എന്റെടാ നൈസാണേ. ഞാൻ പുറത്തന്നെ ഉണ്ട്. എന്ത് തോന്നുന്നു? സൂപ്പറാണോ? സന്തോഷമുണ്ടോ? അയ്യോ, ഇതെങ്ങനെ നമ്മൾ തിരിച്ചു കയറും? ഒരു ഏരിയ ഫുള്ള് കുറേ വെള്ള മാർബിൾ വിരിച്ചാൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് ഈ ഒരു പ്രദേശം. കുറേ വെള്ള കല്ലുകൾ നിറഞ്ഞു നിൽക്കുക ഈ കടൽ തീരം ഫുള്ളേ. ആ തീരത്തായിട്ടേ ഒരു സീല് ചത്ത് കിടപ്പുണ്ടേ, വെള്ള കളർ ഒരു സീല്. മറ്റേ ബീച്ചിലെ അധികം നേരം നിൽക്കാൻ പറ്റില്ല. നമ്മൾ വേറെ ഏതോ ലോകത്ത് വന്നോളത്തെ ഒരു ഫീലാട്ടോ ഇവിടെ നിൽക്കുമ്പോഴേ. പുറത്തിങ്ങനെ വെള്ള കല്ലുകളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല. അവിടെ ഒരു സീല് ചത്ത് കിടപ്പുണ്ട്. അപ്പം അതിൻ്റെ സ്മെല്ല് ഭയങ്കരമായിട്ട് അടിക്കണ്ടേ. മെയിനായിട്ടുള്ള കാര്യം ഇവിടെ ഫുള്ളി പെബിൾസാണ്. അതുകൊണ്ട് പിള്ളേരൊക്കെ ആയിട്ട് വരുന്നവർക്ക് നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും എന്തായാലും. സാധാരണ ബീച്ചുകളിൽ മൺതരികൾ നിറഞ്ഞാൽ കിടക്കുന്നതെങ്കിൽ ഇവിടെ നിറയെ പെബിൾസ് ആണ് കേട്ടോ ഉള്ളത്. പക്ഷെ കാണുന്ന പോലെ അത്ര എളുപ്പമല്ല അതിൽ കൂടെ നടക്കാനേ. കാലിൻ്റെ അകം ഇങ്ങനെ കുത്തി കയറുന്ന പോലത്തെ ഒരു ഫീലാണ് നമുക്ക്. പക്ഷെ ഇവിടുത്തെ കടൽ ഒരു കണ്ണാടി പോലെ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ. കുറച്ചധികം ദൂരം നമുക്ക് അതിൽ കൂടെ ഇങ്ങനെ നടന്നു പോകാനും പറ്റുവേ. ഒരാൾ ഇന്ന് കടലിൽ ഇറങ്ങണം, നീന്തി കുളിക്കണം എന്നൊക്കെ പ്ലാൻ ഇട്ടായിരുന്നു വന്നത്. പക്ഷേ വെള്ളത്തിൻ്റെ തണുപ്പ് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ആ പ്ലാൻ എല്ലാം പതിയെ ചേഞ്ച് ചെയ്തു. കടൽ തീരത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ മണലൊക്കെ വാരി വീടൊക്കെ ഉണ്ടാക്കണം. അതൊരു ആചാരമാണ്. പക്ഷേ ഇവിടെ അതിനുള്ള സ്കോപ്പില്ല കേട്ടോ. അതിന് പകരം നമുക്ക് കുറച്ച് പെബിൾസൊക്കെ പറക്കിയെടുക്കാം. എന്നിട്ട് ചെറിയൊരു ടവർ ഉണ്ടാക്കി നോക്കാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിലാണ് കേട്ടോ നമ്മൾ നമ്മുടെ ടവർ പണി കഴിപ്പിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ചധികം കല്ലുകൾ നമുക്ക് വേണം. പക്ഷെ ഒരുപാട് കല്ലുകൾ ഇവിടെ നിരന്ന് കിടക്കുന്നത് കൊണ്ട് ഇതിലേത് വേണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. അങ്ങനെ ദേ ഫൈനലി അതിൻ്റെ പരിപാടി ഏറെക്കുറെ തീർന്നിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ, എങ്ങനെയുണ്ട് നമ്മുടെ ടവർ? അടിപൊളിയല്ലേ? ഇതെന്തായാലും നമ്മളായിട്ട് തകർക്കണ്ട, എന്തെങ്കിലും തീരെ അടിച്ചു കയറി തന്നെ പൊക്കോട്ടെ. കുത്തി കയറുക. സോഫ്റ്റായി അല്ലേ? ഈ കല്ലിലേക്ക് കയറുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി കൂടെ മാറ്റം വരുമായിരിക്കും.
ഇവിടെ സേഫ് ആണേ. നടന്നിങ്ങ് പോരെ. ഒരു പായൽ പോലെയുള്ള സാധനം ഉണ്ട് ഇതിനകത്ത്. അതിങ്ങനെ പറ്റി പിടിച്ച് കിടക്കുന്നത് കൊണ്ട് തെന്നി വീഴുമെന്ന് നല്ല പേടിയുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ വലിയ സീനൊന്നും ഇല്ലേ. അങ്ങോട്ട് നടക്കാൻ പറ്റുന്നേ, നല്ല നടപ്പാണ്. നടന്ന പണിയാവും. ഇത് കണ്ടോ, കാണിച്ചു തരാവേ. ഇങ്ങനെ ചവിട്ടി നമുക്ക് പോകാം. പക്ഷെ നല്ല രസമുണ്ട്. നമ്മൾ ഈ ലക്ഷദ്വീപിന്റെ ഒക്കെ ഇത് കാണുമ്പോൾ നമുക്ക് തോന്നില്ലേ, അതുപോലെ ഉണ്ട്. വരൂ അപ്പു, പകച്ചു നിൽക്കാതെ കടന്നു വരൂ. കാലിനൊക്കെ ഒരു മരം പ്രായമായി. വേലി ഇറക്കം നടന്നുകൊണ്ടിരിക്കണോ? കാരണം നമ്മൾ വെള്ളത്തിൽ കൂടി ഇങ്ങോട്ട് വളർന്നു വന്നത്. നമ്മള് അത്യാവശ്യം കണങ്കാലിന് വെള്ളത്തിലാണ് നടന്നു വന്നേ. വേലി ഇറക്കാം. അത് അവിടെ കണ്ടോ, ആ സാധനങ്ങൾ കണ്ടോ വെള്ളത്തിന് പെട്ടെന്നല്ലേ മാറ്റം വന്നേ. നമ്മൾ അധികം നേരം ആയില്ല ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ടേ. വന്ന സമയത്ത് നല്ലപോലെ വെള്ളത്തിലാണ് നമ്മളിങ്ങോട്ട് നടന്നു വന്നത്. ഇപ്പൊ വെള്ളമില്ല, വെള്ളം മൊത്തം പോയി. പെട്ടെന്നാണ് കേട്ടോ ഇവിടെ കാലാവസ്ഥ മാറുന്നത്. നമ്മൾ വന്ന് നിന്ന സമയത്ത് നല്ല വെയിലായിരുന്നെങ്കിൽ പതുക്കെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മഴ ചാറി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി നമ്മൾ ഇറങ്ങി വന്ന കയറ്റം മൊത്തം നമുക്ക് തിരിച്ചു കയറണം. അപ്പോൾ വലിയ മഴ വരുന്നതിന് മുന്നേ നമുക്ക് എങ്ങനെയെങ്കിലും കാറിലെത്താനുള്ള പരിപാടി നോക്കാം. പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. നല്ല പൊള്ളി സ്ഥലമാണ്, നല്ല വൈബുള്ള സ്ഥലം. മര്യാദയ്ക്ക് നമ്മളോട് നിന്നുകൊണ്ടിരുന്നതാ. ഒരാവശ്യമില്ലാതെ ഒരു മഴ പെയ്തു, ഓടിച്ച് നമ്മളെ വണ്ടി കയറ്റി. നമ്മൾ കറക്റ്റ് വണ്ടി കയറി വന്നിരുന്ന് കഴിഞ്ഞപ്പോ ഒരു മഴയില്ല കേട്ടോ. പെട്ടെന്ന് വന്നു, പെട്ടെന്ന് പോയി. ദാ പോയി, ദാ വന്നു എന്നൊക്കെ പറയുന്ന പോലെ. ഇനിയിപ്പോ നമ്മൾ അടുത്ത ബീച്ചിലോട്ട് പോവാട്ടോ. ഇത് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഫുൾ ഇങ്ങനെ ബീച്ചുകൾ തന്നെയാണേ. പക്ഷെ നല്ല രസമാണ് കണ്ടിരിക്കാൻ. ഒരു ഡേക്ക് സമയമൊക്കെ പോകണത് നമ്മൾ അറിയത്തില്ല. നല്ലൊരു ലാൻഡ്സ്കേപ്പ് അവിടെ. ഏത് സൈഡിൽ നമ്മൾ ക്യാമറ വെച്ചാലും നല്ല നല്ല ഫോട്ടോസ് കിട്ടുമെന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു പ്ലേസ് ആണ് കേട്ടോ ഇത്. ഈ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട്, അങ്ങനെ ഫോട്ടോഷൂട്ട് റിലേറ്റഡ് ആയിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ പൊള്ളിയായിരിക്കും. അതെ, അതുപോലെ തന്നെ ക്യാരവാനൊക്കെ എടുത്ത് വരാൻ താല്പര്യമുള്ളവർക്ക് ക്യാരവാൻ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. ക്യാമ്പിങ് ഇങ്ങനെയുള്ള സൗകര്യം എല്ലാം ഉണ്ട്. പൊളിയാ. അങ്ങനെ നമ്മൾ അടുത്ത ബീച്ചിൽ വന്നു കേട്ടോ. ഇതാണ് നോർത്ത് ലാൻഡിംഗ് ബീച്ച്. ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിൻ്റെ ഉള്ളിൽ തന്നെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കുറച്ച് ഗുഹകളൊക്കെ ഇല്ലേ, അങ്ങനെ കുറച്ചധികം ഗുഹകൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ. നമ്മൾ അടുത്ത ബീച്ച് എത്തിയ നോർത്ത് ലാൻഡിംഗ് ബീച്ച്. ഇത് അത്രത്തോളം കാണാനൊന്നുമില്ല, പക്ഷെ നീന്താനൊക്കെ നല്ല സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നു. കാറ്റ് അത്രയും കുറവുണ്ട്. ഇങ്ങനെ ഗുഹ പോലെ ഒത്തിരി ഉണ്ടായിരുന്നു അവിടെയൊക്കെ. ഉറവേണ്ടാവൂടോ, മണ്ണടിക്ക് ഇത്ര ഇറങ്ങിയിട്ടല്ലേ. ലൈം സ്റ്റോൺ ആണ്. നല്ല ഇതുണ്ടാവും, ഷാർപ്നെസ് ഉണ്ടാവേ. ഇതിന്റെ അകത്ത് ആൾക്കാർ കേറുന്നതാ. കോസ്റ്റേഡ് ഒരു കപ്പിരിപ്പുണ്ട്. പോരെ. ഇതിലൂടെ നടക്കാന്ന് പറയുന്നത് നല്ല റിസ്ക് ഉള്ള കാര്യമാണ് കേട്ടോ. ഇങ്ങനെ പായലുകൾ പറ്റി പിടിച്ചിരിക്കുന്നത് കൊണ്ട് നല്ല തെന്നലായി കല്ല് മൊത്തം. അപ്പം അവിടെ നിന്ന് തിരിച്ച് വരുന്ന ഒരു ലേഡി അവർ നമ്മളോട് പോകുന്ന റിസ്ക് ആണ്, നല്ല സ്ലിപ്പറിയാന്ന് പറയുന്നതാണേ. ഭയങ്കര സ്ലിപ്പറിയാണേ.
നോക്കുക. രണ്ട് ആ കാണുന്ന വിടവിൽ കൂടെ നടക്കാൻ വേണ്ടിയിട്ടാട്ടോ ഈ സാഹസം മൊത്തം കാണിക്കുന്നത്. ഈ കല്ല് ശരിക്കും നല്ല സ്ലിപ്പറിയാണേ. എൻ്റെ ഇത് അങ്ങോട്ട് നോക്ക്, അവിടെ നല്ല വ്യൂ ആ. നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ലാൻഡ്സ്കേപ്പോ കാഴ്ചയോ അല്ലാത്തത് കൊണ്ടായിരിക്കും കേട്ടോ എനിക്കിവിടെ എവിടെ നോക്കിയാലും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടായിരുന്നു ഫീൽ ചെയ്തുകൊണ്ടിരുന്നത്. കുറച്ചൊന്ന് സാഹിത്യച്ച് പറഞ്ഞാൽ ഇവിടുത്തെ പ്രകൃതിക്ക് പല മുഖമുണ്ടെന്ന് നമുക്ക് തോന്നും കേട്ടോ. അതിൽ സന്തോഷം കാണാൻ പറ്റും, സങ്കടം കാണാൻ പറ്റും. ചില ഏരിയകൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കുറേ വർഷങ്ങൾ ബാക്കിലേക്ക് കൊണ്ടുപോകുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുവേ. ഇവിടെ നമ്മൾ കാണുന്ന ഈ കല്ലുകൾക്കും മണത്തരികൾക്കും ഒക്കെ എത്ര വർഷത്തെ കഥകൾ പറയാനുണ്ടായിരിക്കും അല്ലേ. ഈസി അല്ല, ഇവിടെ ഭയങ്കര സ്ലിപ്പറി. അങ്ങോട്ട് ഇങ്ങോട്ട് തന്നെ പോന്നാൽ മതി. ഈ ഒരു ഏരിയ ഫുള്ള് ചെറിയ ചെറിയ ഗുഹകളാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത്. അതിനകത്ത് ഈസി ആയിട്ട് നമുക്ക് കയറി പോകാൻ പറ്റുന്നതുകൊണ്ട് എന്നാൽ ചെറിയ ചില വിടവുകളും ഉണ്ട്. ചിലപ്പോൾ ചില സമയങ്ങളിൽ കടൽ ഇവിടം വരെയൊക്കെ കയറി വരാറുണ്ടായിരിക്കും അല്ലേ. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ കല്ലുകളൊക്കെ ഇങ്ങനെ പായൽ പിടിച്ച് കിടക്കുന്നത്. അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ഇതിൻ്റെ താഴെ വരെ എത്തി കേട്ടോ. ഇതിൻ്റെ മുകളിൽ നിറയുണ്ടല്ലോ ഈ സീഡി ഇങ്ങനെ കൂട് കൂട്ടി വെച്ചേക്കുക. അതുകൊണ്ട് മൊത്തം അതിൻ്റെ ഒച്ചയും ബഹളമാണ്. ഇപ്പോൾ സമയം ഇവിടെ ഏതാണ്ട് ഒരു 5 മണി ആയി കേട്ടോ. അപ്പോൾ ഇതുങ്ങളെല്ലാം കൂട്ടി കയറുന്നതുകൊണ്ട് അതിൻ്റെ ഒച്ചയും ബഹളം നിറയെ നല്ല രസമുണ്ട് കേട്ടോ. നമ്മളങ്ങനെ നടന്നു നടന്ന പ്രാചീന ശിലായുഗത്തിൽ എത്തിയിരിക്കും കേട്ടോ. നോക്കിക്കേ, മഴ പെയ്ത് തുടങ്ങുന്നുണ്ട്. പിന്നെ കൂടാതെ ഇവിടെ നിറയെ സീകളുടെ കൂടും നിറയെ സീകളും. എപ്പോഴാണ് പണി കിട്ടുകയെന്ന് പറയാൻ പറ്റില്ല. അടുത്ത മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇത് തന്നെയാണ് നമ്മുടെ അവസ്ഥ. സാരല്ല പോട്ടെ. എന്നൊക്കെ ആയാലുണ്ടല്ലോ UK ഇതുവരെ പോയ സ്ഥലങ്ങളിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.